ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹാഫ് ക്ലച്ച് വന്നു, ബ്രേക്ക് എന്ന കാലെടുത്തു, ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം എടുത്തു. ഇത് വീണ്ടും വണ്ടി ഞാൻ ചവിട്ടി നിർത്തി. ഓക്കെ, വീണ്ടും ഞാൻ വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഞാൻ ഇതേ ഹാഫ് ക്ലച്ച് വന്നു, ബ്രേക്ക് എന്ന കാലെടുത്ത് ഇതേ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുക്കും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്, ഒരു വാഹനം കയറ്റത്ത് നമ്മൾ എടുക്കുമ്പോൾ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെ വളരെ വേഗത്തിൽ ചെയ്യാം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാഹനം ഓടിക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഒരു വാഹനം ഒരു കയറ്റത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് വളരെ ക്വിക്കായിട്ടായിരിക്കും വാഹനം മുന്നോട്ടെടുക്കുന്നത്. എന്നാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് വളരെയധികം ടൈം എടുത്താണ് ഒരു വാഹനം മുന്നോട്ടെടുക്കുന്നത്. എന്നാൽ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മാറിയിട്ട് വളരെ ക്വിക്കായിട്ട് വാഹനം വേഗത്തിൽ എടുക്കാനായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള ഡ്രൈവിങ്ങിൽ നമുക്ക് ഹാഫ് ക്ലച്ചിൽ എക്സ്പേർട്ടായിട്ടൊരു വാഹനം എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെ വളരെ വേഗത്തിൽ ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി എൻ്റെ വീടിന് മുന്നിലായിട്ട് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. ഇവിടെ ഞാൻ വണ്ടി വളരെ വേഗത്തിൽ മുന്നോട്ടെടുക്കുമ്പോൾ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് എങ്ങനെ സ്പീഡിൽ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഈ ടെക്നിക്ക് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വാഹനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന വാഹനത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഗുണമാകും. വീഡിയോ എന്തായാലും പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകും. എൻ്റെ ഈ ഒരു വാഹനം എൻ്റെ വീടിൻ്റെ മുന്നിലാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. ഇവിടെ വാഹനം ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് മുന്നോട്ടെടുത്ത് കാണിക്കാം. ആ ഒരു സമയത്ത് എൻ്റെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓൾറെഡി വാഹനം ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു സ്ലോപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിലുള്ള സ്ലോപ്പിൽ വാഹനം എടുക്കുമ്പോൾ നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ ക്വിക്കായിട്ടാണ് വാഹനം എടുക്കുന്നത്. അതായത് സെക്കൻഡുകൾക്കുള്ളിൽ വാഹനം എടുക്കും. എന്നാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് വാഹനം എടുക്കുന്ന സമയത്ത് സാധാരണ അവർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതേ വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട്. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. ഇനി നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ ഒരു വാഹനം നോർമലായിട്ട് കയറ്റത്തെടുക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമുക്ക് എടുക്കാം. ഓൾറെഡി ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം എടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനിത് ഇപ്പോൾ ഈ വീഡിയോയുടെ തൊട്ട് മുകളിലായിട്ട് ലിങ്ക് കൊടുക്കാം. ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ എടുക്കുമ്പോൾ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ടിരിക്കണം. എന്നാൽ ഒട്ടുമിക്ക തുടക്കക്കാരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാഹനം എടുക്കുന്ന സമയത്ത് നോക്കുക, ക്ലച്ചും ബ്രേക്കും ഇങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കും. ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബ്രേക്ക് കാല് വെച്ചിട്ട് ഇതേ പതിയെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കും. ഇപ്പോൾ ഹാഫ് ക്ലച്ചിലേക്ക് വാഹനം വന്നു. ഈ ഒരു സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്യും. ആ ഒരു സമയത്ത് ഹാഫ് ക്ലച്ചിൽ വാഹനമായി. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, മെല്ലെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഇതേ ആക്സിലറേറ്റർ പെഡലിൽ വെക്കും. അതിനുശേഷം ചെറുതായിട്ട് ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ച് ചെയ്യുന്ന ഇത് ഇങ്ങനെ അയച്ച് വണ്ടി പതിയെ മുന്നോട്ട് എടുക്കുക. ഇങ്ങനെ വണ്ടി മുന്നോട്ട് എടുക്കും. പക്ഷെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഇത്രയധികം ടൈം എടുത്തു. നമ്മളൊരു ട്രാഫിക്കിലോ ഒരു കയറ്റത്തിലോ ഒക്കെ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത്രയും സമയമെടുത്തല്ല ഹാഫ് ക്ലച്ചിൽ ഒരു വണ്ടി നമ്മൾ മുന്നോട്ടെടുക്കുന്നത്. ഈ ഒരു സമയത്ത് കാലിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലായിരിക്കണം. അതായത് നമ്മുടെ മൈൻഡിൽ ഈ കാര്യം തോന്നുമ്പോൾ കൃത്യമായിട്ട് ഹാഫ് ക്ലച്ച് വരിക, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുക, ആക്സിലറേറ്റർ കൊടുക്കുക. ഇത് കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ തോന്നുന്നതിന് അനുസരിച്ച് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ വാഹനം എടുക്കണം. കാരണം ഒരു ട്രാഫിക് ജാമിൽ പെട്ടെന്ന് മുന്നിൽ ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി മുന്നോട്ടെടുക്കുന്നു. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ വണ്ടി മുന്നോട്ടെടുക്കണം. ഇല്ല തൊട്ടു പുറകിലായിട്ട് മറ്റു വാഹനങ്ങൾ ഉണ്ടാകും. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലെ സ്വന്തമായിട്ടുള്ള ഒരു വാഹനത്തിൽ നിങ്ങൾ ജസ്റ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു സ്ലോപ്പ് കണ്ടെത്തിയിട്ട് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കേണ്ടതാണ് ആദ്യത്തെ കടമ്പ. നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക. ഇതേ ഞാനിപ്പോൾ ഹാഫ് ക്ലച്ച് വന്നു, കണ്ടില്ലേ? ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാൻ തോന്നി, എനിക്ക് പെട്ടെന്ന് ഹാഫ് ക്ലച്ച് വന്നു. ഇതേ നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ച് വന്നു, കണ്ടോ? ഇത്രയും വേഗത്തിൽ ഞാൻ കാലയച്ച് എനിക്ക് കൃത്യമായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കിട്ടി. ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഹാഫ് ആക്സിലറേറ്റർ കൊടുക്കുക. നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ നിന്ന് ക്വിക്കായിട്ട് കാലെടുത്ത് ഇതേ കണ്ടോ, വാഹനം ഇപ്പം ഞാൻ മുന്നോട്ട് ശകലം മൂവ് ആക്കിയതിന് ശേഷം വീണ്ടും വണ്ടി നിർത്തി. അത് ഇത്രയും വേഗത്തിൽ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, വളരെ വേഗത്തിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വണ്ടിയിൽ മനസ്സിലാക്കി വെക്കുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റയടിക്ക് ഹാഫ് ക്ലച്ചിലേക്ക് വരിക. ഇതേ ഹാഫ് ക്ലച്ച് വന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം എടുത്തു. ഇത് വീണ്ടും വണ്ടി ഞാൻ ചവിട്ടി നിർത്തി. ഓക്കെ, വീണ്ടും ഞാൻ വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക,
ഫസ്റ്റ് ഞാനിതേ ഹാഫ് ക്ലച്ച് വന്നു, ബ്രേക്ക് എന്ന കാലെടുത്ത് ഇതേ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുത്തു. വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം. ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാൻ വണ്ടി നിർത്തി. ഫസ്റ്റ് ഞാനിതേ ഹാഫ് ക്ലച്ച് ക്വിക്കായിട്ട് വന്നു, ബ്രേക്ക് എന്ന കാലെടുക്കുന്നു, ഇതേ ആക്സിലറേറ്റർ കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊരു ചെറിയ സ്ലോപ്പിലിട്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. അത് നിങ്ങളുടെ വാഹനത്തിലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് പതിയെ കണ്ടെത്താതെ വളരെ വേഗത്തിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ കൃത്യമായിട്ട് വരണം. വരുന്ന സമയത്ത് ഉടൻ തന്നെ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ക്വിക്കായിട്ട് ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ആക്സിലേഷൻ്റെ അളവ് ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. കയറ്റത്തിൻ്റെ അളവിന് അനുസരിച്ചുള്ള ആക്സിലേഷൻ നിങ്ങൾ മുന്നോട്ട് കൊടുക്കുക, വളരെ ക്വിക്കായിട്ട്. പിന്നെ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലയക്കുക. ഒപ്പം കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ആക്സിലേഷൻ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊടുത്ത് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളിത് കുറച്ചധികം സമയം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് എളുപ്പമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് കാല് മാറി യൂസ് ചെയ്യുന്നത് എപ്പോഴും ഇതേ നിങ്ങൾ നോക്കുക, നമ്മളുടെ വലത്തെ കാലാണ്. അതായത് വലത്തെ കാല് ബ്രേക്കിൽ നിന്ന് എടുത്തിട്ട് ആക്സിലറേറ്ററിലേക്ക് കൊടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ വലത്തെ കാല് എപ്പോഴും ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്നത് ഈ ഒരു രീതിയിൽ വെക്കുക. അതായത് കാലിൻ്റെ എൻഡ് ഭാഗം കൃത്യമായിട്ട് ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് ഇങ്ങനെ വെക്കുക. അത് അങ്ങനെ വെച്ച് കഴിഞ്ഞുള്ള ഒരു ഗുണം, പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇങ്ങനെ ക്വിക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതേ ഇങ്ങനെ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് വാഹനത്തിൽ ഇരുന്നിട്ട് കാലിങ്ങനെ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് നോക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വേഗത്തിലെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് കാലിൻ്റെ മൂവ്മെൻറ്റ്സ് വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. ഇനി അതോടൊപ്പം തന്നെ ക്ലച്ച് നയിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിർത്തിയിട്ട് ഒരു വാഹനത്തിൽ ക്ലച്ച് ഇതേ ഇങ്ങനെ കാലയക്കുന്ന സമയത്ത് കാലിൻ്റെ മൂവ്മെൻറ്റ്സ് ക്ലിയർ ആകാനായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളുടെ കാലിൻ്റെ ഉപ്പൂറ്റി ഫ്ലോറിൽ കുത്തിയിട്ടല്ല ക്ലച്ച് നയിക്കേണ്ടത്. നമ്മൾ കാല് അയക്കുന്ന സമയത്ത് ഇതേ ക്ലച്ച് ഇങ്ങനെ അയക്കുക. അതായത് ഉപ്പൂറ്റി ഇവിടെ കുത്താൻ പാടില്ല. ജസ്റ്റ് ഇത് ഇങ്ങനെ അയക്കുക, ഫ്രീ ആയിട്ട്. ഇടത്തെ കാല് ഫ്രീ ആയിട്ട് അതേ ക്ലച്ച് ഇങ്ങനെ അയക്കുക. ബ്രേക്ക് ചവിട്ടി പിടിക്കുക, ഇങ്ങനെ ക്ലച്ച് അയച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക. ബ്രേക്ക് പെഡലിൽ നിന്ന് ഇത് ഇങ്ങനെ ചെരിച്ച് പിടിച്ച് ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് വീണ്ടും കാലിവിടെ ഇടത്തെ കാല് ഫ്രീ ആയിരിക്കണം. ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതുക്കെ കാല് ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ക്വിക്കായിട്ട് കാലയ്ക്ക് ഒപ്പം ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുക. ഈ ആക്സിലേഷനും ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്നും കാലയക്കുന്നത് ഒരേ ടൈമിലായിരിക്കണം. അതായത് ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലയക്കുന്ന സെയിം ടൈമിൽ തന്നെ ആക്സിലേഷനും മുന്നോട്ട് കൊടുക്കുക, ഒരേപോലെ മുന്നോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ മെത്തേഡ് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്നുകൂടെ മുന്നോട്ടെടുത്ത് കാണിക്കാം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ സ്ലോപ്പിലാണ് വാഹനം നിൽക്കുന്നത്. കുറച്ച് ബാക്കിലേക്ക് ഞാൻ വണ്ടി എടുക്കുന്നു. ഫസ്റ്റ് ഗിയർ അതേ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ല. നോർമലായിട്ട് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വന്നു. ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്ത് ആക്സിലേഷൻ കൊടുത്തിട്ട് അതേ ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. ഒപ്പം തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാല് അയക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് തന്നെ കരുതുന്നു. ഹാഫ് ക്ലച്ചിനെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് ചെയ്യുന്ന വീഡിയോ, ഹാൻഡ് ബ്രേക്ക് ഇടാതെ നോർമലായിട്ട് ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുന്ന മെത്തേഡുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് കയറി കാണാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ മറ്റൊരു ചാനലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ കയറി ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.